പോയി വന്നിട്ട് കണ്ടതേയില്ല. വന്നതുപോലും അറിഞ്ഞില്ല. എപ്പോ എത്തി? എങ്ങനെയുണ്ട് വേദയ്ക്ക്? മോശമാണ് അവസ്ഥ. അവൾക്കൊന്നും ഓർമ്മയില്ല. അത് നേരത്തെ അറിഞ്ഞതാണല്ലോ. ഏട്ടനെ കണ്ടപ്പോഴും അത് തന്നെയാണോ അവസ്ഥ? അതെ. ഡോക്ടറെ കണ്ടോ? ഇല്ല. കാണായിരുന്നില്ലേ? തോന്നിയില്ല. അവളെ കണ്ടു കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോന്നാ മതിയെന്നായിരുന്നു ആ അവസ്ഥ. അത് അധികം നേരം കണ്ടു നിൽക്കാൻ പറ്റില്ല. അത് മാറില്ലേ? അറിയില്ല സ്വാതി. അവളുടെ വീട്ടുകാര് ഭയങ്കര സങ്കടത്തില. അതിന്റെ ദേഷ്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ എന്ന നിലയിൽ എന്നെ ആയിരിക്കുമല്ലോ അവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. പ്രതിയാക്കുന്നതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ആരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. പക്ഷേ വേദ എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കത് അറിയില്ല. വിധി പോലെ വരട്ടെ. പ്രതിവിധി എന്തെങ്കിലും ചെയ്യാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ ഇപ്പം എൻ്റെ. പ്രാർത്ഥിക്ക. എന്തെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ല. എന്ത് വഴി? ഒരു വഴിയില്ല. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ ഒരിക്കലും ഒന്നിനും പക്വത കാണിച്ചില്ല. ജീവിതത്തെ സിനിമ പോലെ കണ്ടു. സിനിമയിൽ തെറ്റിയ റീടേക്ക് ആവാം. പക്ഷേ ജീവിതത്തിൽ അത് പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഭ്രാന്ത് വരേണ്ടിയിരുന്നത് എനിക്കാ സ്വാതി. എന്നെയായിരുന്നില്ലേ ദൈവം ശിക്ഷിക്കേണ്ടിയിരുന്നത്. കുറെ കാലം നിന്നെ കണ്ണീരുടിപ്പിച്ചു. ഇപ്പോ എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ അവസാനം എന്തായിരിക്കുമെന്ന്. ഒന്നുറപ്പിക്കാം, എന്നെങ്കിലും ഒരിക്കൽ ഈ പാപങ്ങൾക്കൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും. ഇങ്ങനെ വിഷമിക്കല്ലേ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അറിഞ്ഞുകൊണ്ടല്ലേ നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. എന്നിട്ട് ക്രൂരമായി പരിഹസിച്ചത്. അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വേദയെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി സങ്കടപ്പെട്ടിട്ട് എന്താ പ്രയോജനം? ശരിയാ, ഒരു പ്രയോജനവുമില്ല. ഞാൻ കാരണം അവള് ഭ്രാന്തിയായി. നീ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാം. വേറൊന്നും ഇനി ചെയ്യാനില്ല.